വി ജയരാജൻ്റെ ശ്രീധരൻ പൈസ കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ സണ്ണി ജോസഫോ മാർട്ടിൻ ജോർജോ ചന്ദ്രൻ തില്ലങ്കേരിയോ പി.ടി. മാത്യുവോ പോവില്ല. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണോട് പറഞ്ഞപ്പം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇന്നലെ വി ജയരാജൻ ഏതോ ഇവിടുത്തെ ഒരു ചാനലിൽ, എല്ലാ ചാനലിലും ഇല്ലെന്ന് തോന്നുന്നു, ഒരു ചാനലിൽ വി ജയരാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ ഞാൻ വി ജയരാജനെ അങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പൈസയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. വി ജയരാജൻ്റെ ശ്രീധരൻ പൈസ കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ സണ്ണി ജോസഫോ മാർട്ടിൻ ജോർജോ ചന്ദ്രൻ തില്ലങ്കേരിയോ പി.ടി. മാത്യുവോ പോവില്ല. CPM-ൻ്റെ പാർട്ടി ഫണ്ടാണ് കേരളത്തിലെ ചാവശ്ശേരി റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പോവില്ല. കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ സ്ഥലത്തെ MLA എന്ന നിലയിൽ ജനങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും. അത് വി ജയരാജന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് സഹതാപേ ഉള്ളൂ. മുഖ്യമന്ത്രി അദ്ദേഹം എന്നെ കോട്ട് ചെയ്ത് KPC പ്രസിഡന്റ് കൂടിയാണ് വി ജയരാജൻ കോട്ട് ചെയ്തത്. അതുകൊണ്ട് ഗോവിന്ദ മാഷും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം. ധർമ്മടത്ത് എങ്ങനെയായി പൈസ അനുവദിച്ചത്? തലശ്ശേരിൽ എങ്ങനെയാണ് ഈ പൈസ അനുവദിച്ചത്? വി ജയരാജൻ്റെ വാക്കുകൾ എന്താണ്? അദ്ദേഹം ഏതായാലും എന്നെ പ്രകാശം പരത്തുന്നവൻ വിളിച്ചില്ല. പ്രകാശം പരത്തുന്നവൻ ഹൈക്കോടതി ജഡ്ജിമാരെ വിളിച്ചതുപോലെ എന്നെ പ്രകാശം പരത്തുന്നവൻ വിളിച്ചില്ല. KPC പ്രസിഡന്റ് വിളിച്ചിട്ടാണ് എന്നെ അവഹേളിച്ചത്. CPM-ന് ചേരുന്ന ശൈലിയായിരിക്കും. ഭയപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി. ഇന്നത്തെ എൻ്റെ പ്രതികരണം അവിടെ CPM അണികളിൽ തന്നെ അവരുടെ സമീപനത്തോട് ശക്തമായ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. നാട്ടുകാരിത് കാണണം, ഇത് ആവർത്തിക്കരുത്. ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക് പങ്കാളികളാകാൻ അവരുടെ അവകാശമാണ്, കടമയാണ്. ആ കടമയാണ് ഞാൻ നിർവഹിച്ചത്.